മകളെ, ജെറൂസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനാ നിമിഷത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. മെയ് മാസമാണ്. മാതാവിനോട് നന്നായി പ്രാർത്ഥിക്കണം. എല്ലാവരും യേശുവിൻ്റെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകും. പ്രത്യേകിച്ച് യുവതീ-യുവാക്കന്മാർ പ്രത്യേകമായി മാതാവിനോട് പ്രാർത്ഥിക്കണം. ഇന്ന് കർത്താവ് തരുന്ന വചനം 127 സങ്കീർത്തനം 4 വാക്യം. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. മക്കളെ, നമുക്കറിയാമല്ലോ, ജീവിതത്തിൻ്റെ വസന്തമാണ് യൗവനം. ഈ യൗവനത്തിൽ സൃഷ്ടാവിനെ ഓർക്കുക, അത് ഭാഗ്യമാണ്. സൃഷ്ടാവിനെ മറക്കുക, അത് ദൗർഭാഗ്യവുമാണ്. നഷ്ടവും നേട്ടവും ഉയർച്ചയും തകർച്ചയും നമ്മുടെ ജീവിതത്തിൽ മാറി മാറി വരുമ്പോൾ സൃഷ്ടാവായ ദൈവത്തെ മറക്കാതിരിക്കാൻ സൂക്ഷിക്കുക. എല്ലാറ്റിനെയും പൊരുത്തപ്പെടുവാനുള്ള പക്വത യൗവനത്തിലാണ് നേടിയെടുക്കേണ്ടത്. ചിലപ്പോൾ മറ്റുള്ളവർ തിരുത്തലുകളെ അംഗീകരിക്കാൻ നമ്മൾ പഠിക്കുന്നത് യൗവനത്തിലാണ്. വൈകല്യങ്ങളും ദാരിദ്ര്യങ്ങളും അഭിമാനബോധത്തോടെ നമ്മൾ സ്വീകരിക്കുവാനായിട്ട് യൗവനത്തിൽ മറന്നു കളയരുത്. സത്പേരിനോടൊപ്പം അന്തസ്സിനോടും അഭിമാനത്തോടുമൊപ്പം സൃഷ്ടാവിനെ വിളിച്ചപേക്ഷിക്കുവാൻ യൗവനത്തിൽ തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. ഞാനിങ്ങനെ ഒന്ന് പറയട്ടെ, എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കണം, എനിക്ക് വേറെ ഒന്നും അറിയേണ്ടതില്ല. ഇത് ഒരു തരം രോഗ ആതുരമായ അവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാണ് യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ. അപ്പം അതുകൊണ്ട് യൗവനത്തിൽ തന്നെ നല്ല തീക്ഷ്ണതയുള്ള, ദൈവഭയമുള്ള, ദൈവം സ്നേഹമുള്ള നല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനായിട്ട് യുവാക്കന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിലാണ് അവരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനും മനുഷ്യത്വവും ദൈവികതയും ഒക്കെ വളർത്തിയെടുക്കുവാനും സാധിക്കുന്നത് യൗവനത്തിലാണ്. യൗവനം ഇതിന് ഹേതുവായി തീരണം. യൗവനത്തിൽ തന്നെ നല്ല നല്ല ജീവിത മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി എഴുതണം. ആരാധിക്കാനും പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനൊക്കെ സമയങ്ങൾ കണ്ടെത്തണം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ ഈശോ, യുവാവായ യേശു നിൻ്റെ വാതിൽക്കൽ വന്ന് നിന്ന് നിന്നെ ഒളിഞ്ഞു നോക്കുന്നത് കാണുന്നുണ്ടോ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും ഇത് ഷെയർ ചെയ്യുന്ന എല്ലാ മക്കളോടും പ്രത്യേകിച്ച് യുവജനങ്ങളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.